നമസ്കാരം. നമസ്കാരം. അപ്പോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം എന്ന് താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ, താമസിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് സഹായിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ, ഇവിടെ ഒരു ദിവസം ഞാൻ പറയുന്നുള്ളൂ. 1, 2, 3 ദിവസം കൂടി വന്നാല് ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയും. എന്നോടൊപ്പം ഒന്ന് സഹായിച്ചാൽ മതി. നിങ്ങളെപ്പോലെ തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് വരണമെന്നും, അതും ദൂരെയൊക്കെ ഉള്ള ആളുകൾ ഇവിടേക്ക് വരണമെന്നും എന്നെ കാണണമെന്നും കുറച്ച് ദിവസം ഇവിടെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നു, വോയിസ് മെസ്സേജുകൾ വരുന്നു, ഒക്കെ വരുന്നു. ഇത് പണ്ട് മുതലേ വരുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള വോയിസ് സന്ദേശങ്ങളെ, അതുപോലെ തന്നെ എഴുത്തുകളെ ഒക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം, ഇവിടെ സ്ഥലപരിമിതി കുറവാണ്, ചെറിയ വസ്തുവാണ്, സ്ഥലപരിമിതി കുറവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളൊക്കെ ഇവിടെ വന്നാല് ഇവിടെ താമസിക്കാനായിട്ട് ഒരു ഇടമില്ല. മനസ്സിലായോ? ഒരു ഇടമില്ല. പിന്നെ ഇപ്പൊ വന്ന് ഈ ചാനൽ പ്രവർത്തകര് അവര് ദൂരെ നിന്നൊക്കെയാണ് വരുന്നത്. ദൂരെന്ന് വെച്ചാല് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉള്ള അങ്ങ് ഞാൻ താമസിക്കുന്ന ഇടത്ത് നിന്നും ദൂരദേശത്തുള്ളവരൊക്കെയാണ് ഇവിടേക്ക് വരുന്നത്. അപ്പൊ ഇവരിവിടെ വന്നു പോകുമ്പോഴേ അവർക്ക് ഒരു ദിവസം തങ്ങണമെന്നുണ്ടെങ്കിൽ അവർ പുറത്താണ് താമസ സൗകര്യത്തിന് വേണ്ടി റൂമുകൾ എടുക്കുന്നത്. പുറത്ത്, അതായത് ഞാൻ താമസിക്കുന്ന വീടിന് പുറത്ത്, അതായത് വല്ല അതിനുവേണ്ടി ചിട്ടപ്പെടുത്തി ഹോട്ടലുകളോ ലോഡ്ജുകളോ അങ്ങനെ ഉള്ളിടത്ത് പോയി താമസിച്ചിട്ടാണ് അവർ പിന്നീട് അവരുടെ ജോലിയുടെ ഭാഗമായ ഈ പറയുന്ന ചാനലും കാര്യങ്ങളും ക്യാമറയും ഇതുമായിട്ടൊക്കെ ഇവിടേക്ക് വരുന്നത്. മിക്കവരും അങ്ങനെയാ ചെയ്യുന്നത്. ദൂരെ നിന്നൊക്കെ വന്ന് വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നവര്. അപ്പൊ മിക്കവരും പുറത്താണ് ഇതുപോലെ താമസ സൗകര്യം, റൂമുകളൊക്കെ എടുക്കുന്നത്. എന്നിട്ട് അവര് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ എന്നെ വന്ന് കാണും, വീണ്ടും വീഡിയോസുകളൊക്കെ എടുക്കും, പോകും. അപ്പൊ ഇത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ തന്നെ, കാരണം പുറത്തുള്ള പൈസ കൊടുക്കുന്നതിനേക്കാളും ഒരു ദിവസം എനിക്കത് കിട്ടിയ എനിക്ക് നല്ലതല്ലേ. എനിക്ക് അരി വാങ്ങിക്കാനുള്ള കാശ് കിട്ടുമല്ലോ. മനസ്സിലായോ? എനിക്ക് എന്റെ ചെലവിന് വേണ്ടിയുള്ള പണം എനിക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുകയും ചെയ്യും. കാരണം അവര് പുറത്തും കൊണ്ടുവന്ന് പണമല്ലേ കൊടുക്കുന്നത്. എനിക്കാണെങ്കിൽ അത്രയും പണം തരികയും വേണ്ട. അവര് പുറത്ത് കൊടുക്കുന്ന അത്രയും കാശ് എനിക്ക് വേണ്ടാതാനും, അത്രയൊന്നും ഞാൻ ചോദിക്കത്തുമില്ല. അപ്പോ അത് എനിക്ക് കിട്ടുവാണെങ്കിൽ എന്റെ ചിലവും കാര്യങ്ങളും ഒക്കെ നടന്നു പോകും. അപ്പോൾ ധാരാളം പേരിപ്പോ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കത് വലിയ ഒരു വിഷമം എന്ന് പറയാ, അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. കാരണം നമ്മളെ കാണാൻ വരുന്നവരൊക്കെ തന്നെ പിന്നെ പുറത്ത്, പിന്നെ നമുക്കിവിടെ ഒരു സ്ഥലം ഇല്ലാതിരിക്കുക, അവര് പുറത്ത് പിന്നെ താമസ സൗകര്യം എടുത്തിട്ട് കൂടുതൽ എമൗണ്ട് അവരവിടെ പാഴാക്കുന്നു. അതെനിക്കൊരു വിഷമം തന്നെയാണ്. വിഷമം എന്ന് പറയുമ്പോഴേ, എന്നെ കാണാൻ വരുന്നവരുടെ കയ്യിൽ നിന്നും അത്രയും തുകയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പകുതിയിലേറെ പേര് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിക്കൊണ്ട് വരുന്നവരല്ലേ. അപ്പൊ അങ്ങനെയുള്ള പൈസയൊക്കെ വെറുതെ അല്ലെങ്കിൽ കൂടി അത്രയും ഹോട്ടലിലെ ലോഡ്ജിലൊക്കെ കൊണ്ടുവന്ന് പണം കൊടുക്കുമ്പോ എനിക്കതൊരു എന്തോ ഒരു വിഷമം തന്നെയാണ്. പക്ഷെ ഞാനാണെങ്കിൽ അത്രയും പൈസ ഒന്നും വാങ്ങിക്കത്തതുമില്ല. മനസ്സിലാവുന്നുണ്ടോ? എനിക്കൊരു ഇടവുണ്ടായിരുന്നെങ്കില്, ഒരു കുറച്ച് ഭൂമിയോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാശൊന്നും
അവിടെ വാങ്ങിക്കത്തില്ലായിരുന്നു. കാരണം ആ ഭൂമിയില് എന്നെ കാണാൻ വരുന്നവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ചെറിയ ചെറിയ മുറികളൊക്കെ ഒപ്പിച്ചിട്ട് എനിക്ക് വട്ടച്ചെലവിനുള്ള പൈസ ഞാൻ അതിലൂടെ ഉണ്ടാക്കുമായിരുന്നുള്ളു. ഇത് പക്ഷെ അങ്ങനെയല്ല, പുറത്ത് നല്ല പണം വാങ്ങിക്കും. എന്നിട്ടോ എന്നെ കുറ്റവും പറഞ്ഞിട്ടാണ് പലരും ആ പൈസ വാങ്ങിച്ച് അനുഭവിക്കുന്നത്. ഒറ്റ എണ്ണത്തിനെ പോലും ഞാൻ അങ്ങനെ ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം എന്നെ കുറ്റപ്പെടുത്തി കാശും വാങ്ങിച്ചിട്ട് അവിടെ വരുന്നവരുടെ എല്ലാം കയ്യിൽ നിന്ന് ഞെക്കിപ്പിഴുങ്ങി പൈസ വാങ്ങിക്കുകയാണ് ചെയ്യുന്ന പലരും. അപ്പൊ ഞാൻ അത് അനുവദിച്ചു കൊടുക്കില്ല. അപ്പൊ ഇത് ഞാൻ ഇപ്പോഴല്ല, പണ്ട് കാലം മുതലേ പറയുന്ന കാര്യങ്ങളാ. അപ്പൊ ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ചാ, നിങ്ങൾ എന്നെ സഹായിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ എന്ത് സഹായമാണ് വേണ്ടതെന്ന്. അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കുമോ എങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം താമസിക്കാമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഒരാളെ ഉള്ളെങ്കില് പിന്നെ ഒരാളായിട്ട് വരരുത് എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മുടെ കൂടെ 1 2 പേരുണ്ടാകണം. പ്രത്യേകിച്ച് ഒരു സ്ത്രീയോ പുരുഷനോ, സ്ത്രീയും പുരുഷനും മാത്രമേ ഇവിടേക്ക് വരാവൂ. ഒരു സ്ത്രീയോ പുരുഷനും മാത്രമേ വരാവൂ. കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം തന്നെ അങ്ങനെയാണ്. ഒന്നുകിൽ ഒരു സ്ത്രീയോ പുരുഷനോ, അല്ലെങ്കിൽ 2 പുരുഷന്മാര്, അല്ലെങ്കിൽ 2 സ്ത്രീകള്. അങ്ങനെ ഇവിടേക്ക് വരരുത്. ഒറ്റയാളായിട്ട് ഇവിടെ വരരുതെന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാല്, ഇവറ്റകള് വന്നിട്ട് ഞാൻ പറയുന്നതായിരിക്കത്തില്ല വെളിയിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ അവരിവിടെ വരുന്നവർ ഏത് തരത്തിലുള്ളവരാണ് എന്ന് നമുക്കറിയാൻ കഴിയില്ല. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം അവരെ ചുറ്റിപ്പറ്റി ഉള്ളതാണെങ്കിൽ പിന്നെ എല്ലാ പൊല്ലാപ്പും കൂടെ നമ്മുടെ തലയപ്പാടാവും. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിത്യം താമസിക്കാനായിട്ട് വരുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അതിനുവേണ്ടി ഇവിടെ താമസത്തിന് വേണ്ടി വരുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇവരങ്ങ് പോകും. നമ്മുടെ പേരും അതിനകത്തിലേക്ക് എടുത്ത് ചുമത്തിയിട്ടിട്ട് പിന്നെ നമുക്ക് അതിനുള്ള സമാധാനം പറയാനും എനിക്കറിയില്ല. പകുതിയിലേറെ ഞാൻ എൻ്റെ ആത്മീയ ലോകത്ത്, ഞാൻ എൻ്റെ ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ മറ്റൊരാളുടെ മനസ്സില് പോകുന്ന സഞ്ചാരങ്ങൾ അത് എനിക്കറിയാൻ കഴിയില്ല. മനസ്സിലായോ? പലയിടത്ത് ലോഡ്ജിലൊക്കെ ആൾക്കാർ ലോഡ്ജിൽ റൂം എടുത്തിട്ട് അവിടെ ആത്മഹത്യ ചെയ്തു, തൂങ്ങിച്ചത്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ തന്നെ വാർത്തകളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതല്ലേ. അപ്പോ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനെ പലതും ചെയ്തു വെക്കുവാണെങ്കിൽ പിന്നെ എല്ലാത്തിനും പിന്നെ നമ്മൾ വേണം പിന്നെ അതിന്റെ തലപ്പാടിലാവണ്ടേ. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കും സ്ത്രീയും പുരുഷനും വന്നാൽ അങ്ങനെ ആകുമോ എന്ന്. ഒരിക്കലും ഇല്ല. കാരണം എന്നെ ആത്മാർത്ഥമായിട്ട് എന്നെ കാണാൻ വരുന്ന ഒരാളാണെങ്കിൽ, എന്റെ സംഭാഷണങ്ങളും എന്റെ വീഡിയോയും എല്ലാം ശ്രവിക്കുന്ന ഒരാളാണെങ്കിൽ അവർ ഇത്തരം നെറുകേടുകൾ വന്ന് കാട്ടത്തില്ല. കാരണം അവർക്ക് അവരുടെ വില അറിയാം. അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആയിരിക്കും. ആ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യാനായിട്ട് വരില്ല. മനസ്സിലായോ? പ്രണയിക്കുന്നവർ ഇവിടേക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് വരില്ല. അവർക്ക് ജീവിക്കണമെന്നുള്ള താല്പര്യമുള്ളവരാണ്. മനസ്സിലായോ? അവര് ജീവിക്കണമെന്നുള്ള താല്പര്യമുള്ളവരും അവര് പ്രണയം കാത്തു സൂക്ഷിക്കുന്നവരും അവർക്ക് വീണ്ടും വീണ്ടും പ്രണയിക്കണമെന്ന ഒന്നുണ്ടാവുന്നതായിരിക്കും. അത് ഭാര്യ ഭർത്താവായാലും കാമുകന്മാരായാലും. അതെല്ലാം ഞാൻ പണ്ട് മുതലേ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒറ്റയ്ക്ക് ഒരു ആണോ പെണ്ണോ ഇവിടെ വന്നാൽ അവരെ കൊണ്ട് നാശമായിരിക്കും ഉണ്ടാവുന്നത്. പ്രത്യേകിച്ചും ഈ ഡിവോഴ്സ് ആയവര്, കല്യാണം കഴിച്ചവര് ഡിവോഴ്സായി നിൽക്കുന്ന ആണോ പെണ്ണോ ഇങ്ങോട്ട് ഞാൻ കയറ്റത്തതുമില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ചിട്ടകളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പൊ സഹായിക്കുന്നതിന്റെ കാര്യം ഞാൻ എന്തോ പറഞ്ഞെന്ന് വെച്ചാല്,
എന്താണ് സഹായമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്? ഇവിടെ പിന്നെ നിങ്ങൾ വരുമ്പോ കിടക്കുവാനുള്ള സൗകര്യങ്ങള്. ഇപ്പൊ റൂഫൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ചെറിയ ഷെഡ് പോലെ അടിച്ചു കൂട്ടി വെച്ചാല് നിങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യമായി. അത് ഒരു ദിവസം തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ച് കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ടുന്ന പണിക്കൂലി, ഇനി പണിക്കൂലിയും വേണം, ആളിനെയും വേണം. അത് ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും വന്നൊന്ന് പണിഞ്ഞു തരികയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ കിടക്കാൻ സാധിക്കും. മനസ്സിലായോ? അതാണ് സഹായമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, നന്ദി, നമസ്കാരം. അല്ലാതെ ബാക്കി ഭക്ഷണത്തിനൊന്നും കുഴപ്പമില്ല. അപ്പൊ ഈ വെളിയിൽ നിന്ന് വരുന്നവർക്കൊക്കെ 1-2 ദിവസത്തേനെ എനിക്കിവിടെ അവരെ കിടത്തുകയും ചെയ്യാം. ദൂരെ നിന്നൊക്കെ ഇവിടെ വന്നു പോവാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ട്. രാത്രിയൊക്കെ യാത്ര, ബസ്സൊന്നും കിട്ടത്തില്ല, വാഹനം കിട്ടത്തില്ല, സമയത്തിന് വാഹനം കിട്ടത്തില്ല, പിന്നെ ഭക്ഷണശാലകളിൽ ചെന്ന ഭക്ഷണം കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന ഒരു സഹായം, അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.